ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനൊരു അടിപൊളി ഐറ്റമായിട്ടാണ് വന്നത്. ഹോം മെയ്ഡ് ബ്രോസ്റ്റഡ് ചിക്കൻ. നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നല്ല ടേസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാം. അതിന് വേണ്ടി ഞാൻ കുറച്ച് ഇൻഗ്രീഡിയൻസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടി 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ സ്കിന്നോട് കൂടി ചിക്കൻ എടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ബ്രോസ്റ്റഡിന്. അപ്പോൾ നിങ്ങൾ സ്കിന്നോട് കൂടി എടുത്ത് നോക്കുക. സ്കിൻ ഇഷ്ടമുള്ള ആൾ എന്തായാലും സ്കിന്ന് വെക്കുക. ഞാൻ ഇത് സ്കിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ എടുക്കാം. അതിലേക്ക് 1 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുക. 1 കപ്പ് പാലാണ് എടുത്തത്, ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനെഗർ ഒഴിച്ച് കൊടുക്കാം. 1 ടേബിൾ സ്പൂണാണ് ഞാൻ എടുത്തത്. വിനെഗർ ഒഴിച്ച് കൊടുക്കുക. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് സ്പൂൺ വെച്ച് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ആയി കൊടുക്കുക. ആ പാലും വിനെഗറെല്ലാം നന്നായിട്ടൊന്ന് മിക്സായി വരണം. ഇതുപോലെ സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ പാലും വിനെഗറെല്ലാം നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു 15 മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അങ്ങനെ 15 മിനിറ്റ് കഴിഞ്ഞ് നമുക്കൊന്ന് നോക്കാം. അങ്ങനെ നമ്മൾ ബട്ടർ മിൽക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മസാല ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ എടുത്തിട്ടുണ്ട് ഞാൻ. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുക്കണം. ഇത്തിരി മാത്രം ഇട്ട് കൊടുക്കാം. അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇഞ്ചി യൂസ് ആക്കരുത്, വെറും വെളുത്തുള്ളി മാത്രം ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വിനെഗറും കൂടി ഒഴിച്ച് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. ഉപ്പ് കൂടി പോരുത്, കറക്റ്റായി ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് എല്ലാം മിക്സായി വരണം. ഇതുപോലെ എല്ലാം നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ച് ചിക്കൻ ഇട്ട് കൊടുക്കാം. എല്ലാം ഇട്ട് കൊടുക്കുക. ഇങ്ങനെ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വേണം ചിക്കൻ ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ മുഴുവനൊന്ന് ഇട്ട് കൊടുക്കണം. അപ്പം ഞാനെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ മുങ്ങിക്കിടക്കുന്നുണ്ട് എല്ലാം. അപ്പോൾ ഇനി ഇത് നമുക്കൊരു 4-5 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് ചിക്കന് വേണ്ടിയിട്ട് ഒരു ബാറ്റർ ഉണ്ടാക്കണം. അതിന് വേണ്ടി ഞാൻ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. കറക്റ്റ് 1 കപ്പ് മൈദ എടുക്കാം. 1/2 കപ്പ് കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ മൈദേൻ്റെ കുറവാണ് എപ്പോഴും കോൺഫ്ലോർ എടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും കൂടി ചതച്ചത് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി മാത്രം ഇട്ട് കൊടുക്കാം, ഇഞ്ചി ഇടരുത്. ഇനി 1 മുട്ടയും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. ഉപ്പ് കൂടിപ്പോയത് ആവശ്യത്തിന് മാത്രം ഇട്ട് കൊടുക്കാം. ഇനി നമ്മളിത് നന്നായിട്ടൊന്ന് സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. മുട്ടയും വെളുത്തുള്ളി പേസ്റ്റും മൈദയും എല്ലാം നന്നായിട്ടൊന്ന് മിക്സായി വരണം. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നമുക്ക് ഈ മിക്സ് റെഡിയാക്കി എടുക്കണം. ഇതുപോലെ നന്നായിട്ടൊന്ന് സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ. അങ്ങനെ നമ്മൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു തിക്കിൽ വേണം ബാറ്റർ റെഡിയാക്കി എടുക്കാൻ. ഇനി ഞാൻ വേറൊരു ബൗൾ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ചെറിയ 2 കപ്പാണ് മൈദ എടുത്തത്. അതിന് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓട്സ് ചേർത്ത് കൊടുക്കാം. ഓട്സ് കയ്യിലുണ്ടെങ്കിൽ മാത്രം യൂസ് ആക്കിയാൽ മതി. ഇപ്പം എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാൻ ഇട്ടതാണ്. ഇനി 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇത് എരിവില്ലാത്ത മുളക് പൊടിയാണ്, കാശ്മീരി മുളക് പൊടിയാണ്. അപ്പോൾ എരിവുള്ളതാണെങ്കിൽ നിങ്ങൾ മുളക് പൊടി കുറക്കുക. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇതെല്ലാം മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ നിങ്ങൾ 1/2 സ്പൂൺ എടുത്താൽ മതി. ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട്.
അങ്ങനെ നമ്മൾ ചിക്കൻ എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. ഞാൻ 4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം. 4 മണിക്കൂർ കറക്റ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ആ ബട്ടർ മിൽക്കിൽ നന്നായിട്ട് മുങ്ങി ചിക്കൻ നല്ല ജ്യൂസിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായി റെഡി. 4 മണിക്കൂർ 5 മണിക്കൂർ എന്തായാലും നമ്മൾ വെക്കണം. ഫ്രിഡ്ജിൽ വേണം നമ്മളിത് വെക്കാൻ. ഇനി ഇങ്ങനെ ഒരു ചിക്കൻ എടുത്തിട്ട് ഈ ബാറ്ററിലൊന്ന് മുക്കുക. നന്നായിട്ടൊന്ന് മുക്കിയെടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ആക്കി വെച്ച മൈദ മിക്സിൽ ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുക. ഈ ഒരു രീതിയിൽ കോട്ട് ചെയ്തെടുക്കുക. നമ്മൾ ചൂടുള്ള എണ്ണയിലോട്ടേക്ക് നന്നായിട്ട് ചൂടായ എണ്ണയിലേക്ക് നമ്മളിതൊന്ന് ചിക്കൻ ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ ആദ്യം നന്നായിട്ടൊന്ന് ഓയിൽ ചൂടാക്കുക. എന്നിട്ട് നമ്മൾ നല്ല ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊന്ന് പൊരിച്ചെടുക്കാൻ. അല്ലെങ്കിലും മേലെ ഭാഗം കരിഞ്ഞു പോവും, ഉള്ളിൽ തീരെ വേവുകയും ചെയ്യൂല. അപ്പോൾ നന്നായിട്ട് ടൈം എടുത്തിട്ട് വേണം ഇതൊന്ന് പൊരിച്ചെടുക്കാൻ. അപ്പോൾ നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കുക. ഇതുപോലെ ഇടയ്ക്കിടയ്ക്കൊന്ന് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കുക. ഈ രീതിയിലൊന്ന് ചെയ്യുക. അപ്പോൾ ഇതുവരെ ഇത് ട്രൈ ചെയ്യാത്തവരുണ്ട്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കെല്ലാം നമുക്ക് പെട്ടെന്ന് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാം. പുറത്തുനിന്നൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. നല്ല ടേസ്റ്റായിട്ട് നമുക്ക് ബ്രോസ്റ്റഡ് ചിക്കൻ വീട്ടിൽ നിന്ന് ഉണ്ടാക്കാം. അപ്പം നമ്മൾ ബ്രോസ്റ്റഡ് ചിക്കൻ ആയിട്ടുണ്ട്. നന്നായിട്ടായി വന്നിട്ടുണ്ട്. അധികം എണ്ണയിലിട്ടിട്ട് പൊരിച്ചെടുക്കണ്ട, നന്നായിട്ട് ക്രിസ്പി ആയിപ്പോവും. അപ്പോൾ ആയി എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ലൊരു സ്മെല്ല് വരും. ആ ഒരു ടൈമിൽ നമുക്ക് ഈ ചിക്കൻ ഒന്ന് മാറ്റാം. നല്ലോണം എണ്ണ ഒന്ന് ഡ്രൈ ചെയ്തെടുക്കുക. ഇതുപോലെ എല്ലാം ഒന്ന് എണ്ണ ഡ്രെയിൻ ചെയ്തെടുക്കുക. അങ്ങനെ അതുപോലെ എല്ലാ ചിക്കനും ഞാനൊന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ഇനാബിൾ ചെയ്യുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയി വരുന്നവരെ ബൈ.